കൊട്ടാരക്കരയിൽ റവന്യൂ അധികൃതരും പഞ്ചായത്ത് അധികൃതരും ചേർന്ന് തുടക്കമിട്ട പുലമൺ തോടിന്റെ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികൾ പാതിവഴിയിൽ. രാഷ്ട്രീയ പരിസ്ഥിതി സംഘടനകളുടെ നിരന്തര സമരത്തെ തുടർന്നാണ് പുലമൺ തോടിന്റെ തീരത്തെ കയ്യേറ്റങ്ങൾക്കെതിരെ നടപടി തുടങ്ങിയത്. ഇതിന്റെ ഭാഗമായി തോടിന്റെ തീരത്തെ പുറമ്പോക്ക് ഭൂമി അളന്നുതിരിക്കൽ തുടങ്ങിയിരുന്നു. അളന്നുതിരിക്കലിൽ ക്രമക്കേട് നടന്നതായും ആരോപണമുണ്ട്. അളന്നുതിരിച്ച് അധികൃതർ സ്ഥാപിച്ച കല്ലുകൾ പലയിടത്തും വ്യക്തികൾ നീക്കം ചെയ്തിട്ടുണ്ട്. തോടിന്റെ കൊട്ടാരക്കര പഞ്ചായത്തിലെ കുറച്ച് ഭാഗം അളന്നപ്പോൾ തന്നെ 55 സെന്റിലധികം ഭൂമി കയ്യേറിയതായി കണ്ടെത്തിയിരുന്നു. തുടർന്ന് അളക്കൽ നിലച്ചു. പിന്നീട് MLAയും MP യും ഉദ്യോഗസ്ഥരും യോഗം ചേരുകയും തോടിന്റെ തീരം വീണ്ടും അളക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ വീണ്ടും അളന്നപ്പോൾ കൊട്ടാരക്കര പഞ്ചായത്തിലെ തോടിന്റെ തീരത്തെ കയ്യേറ്റം 25 സെന്റായി കുറഞ്ഞു. മാലിന്യങ്ങൾ നീക്കം ചെയ്ത് തോട് സംരക്ഷിക്കുന്നതിനായി ജലസേചന വകുപ്പ് തയ്യാറാക്കിയ 2.25 കോടി രൂപയുടെ പദ്ധതിയും കടലാസിലൊതുങ്ങിയ മട്ടാണ്. തോടിന് സംരക്ഷണ ഭിത്തി നിർമ്മിക്കാനും മാലിന്യങ്ങൾ തോട്ടിൽ നിക്ഷേപിക്കുന്നത് പൂർണ്ണമായും തടയാനുമാണ് പദ്ധതി തയ്യാറാക്കിയത്. 4 പഞ്ചായത്തുകളിലൂടെ കടന്നുപോകുന്ന തോട് പ്രദേശത്തെ പ്രധാന ജലസ്രോതസ്സാണ്. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.